കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. എന്തുണ്ട് വിശേഷം? സുഖമാണോ? ഐ നോ ഇറ്റ്സ് ബീൻ ടു ലോങ് ദറ്റ് ഐ ഹവ് നോട്ട് അപ്ലോഡഡ് എ വീഡിയോ. വേറൊന്നുമല്ല, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. ആൻഡ് നോട്ട് ജസ്റ്റ് ദാറ്റ്, ഭയങ്കരമായ വർക്ക് പ്രഷർ വി ഹാഡ്. ഞാൻ പറഞ്ഞില്ലേ 22nd ഞങ്ങൾക്കൊരു വെരി വെരി ബിഗ് ലോഞ്ച് ഉണ്ടായിരുന്നു. സോ അതിൻ്റെ വർക്ക് സ്ട്രെസ് ആൻഡ് ആഴ്ചയിൽ 3 ദിവസം ഇപ്പോൾ ഓഫീസിൽ പോകുന്നതിൻ്റെ തിരക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു. സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് ബീൻ ടു സ്ട്രെസ്ഫുൾ. ആൻഡ് എൻ്റെ മൈൻഡ് ആകെ ഡാർക്ക് എന്നല്ല, മൈൻഡ് ആകെ മൊത്തത്തിൽ ഒരു പൊട്ട സീനിലാണ്. കാരണം മൈൻഡ്, അതായത് ഡയറ്റും എല്ലാം കൊണ്ട്. അപ്പോൾ ഐ തോട്ട് ഐ വിൽ ഗിഫ്റ്റ് മൈ സെൽഫ് വെൽനെസ് റിട്രീറ്റ്. അങ്ങനെ ഞാനിന്ന് അജ്മാനിൽ സോയ വെൽനെസ് റിസോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിസോർട്ടിൽ വന്നേക്കാണ്. ഞാൻ മാത്രമേ ഉള്ളൂ, അമലോൺ. സോ ഐ ഗോട്ട് ഹിയർ ബൈ 2 o'clock ആൻഡ് ദെൻ ഫുഡൊക്കെ അടിച്ചിട്ട് എനിക്കൊരു ഓക്സിജൻ തെറപ്പി ഉണ്ടായിരുന്നു. ഓക്സിജൻ തെറപ്പി എന്ന് പറയുമ്പം നമ്മുടെ പ്യുവർ ഓക്സിജൻ ഇങ്ങനെ നമുക്ക് ഒരു 20 minutes ബ്രീത്ത് ചെയ്യാൻ തരും. അത് കഴിഞ്ഞിട്ട് ഐ ഡിഡ് സംതിങ് കോൾഡ് ഓലിഗോ സ്കാൻ. ഓലിഗോ സ്കാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാമിൽ 4 പോയിൻറ്റ്സിലായിട്ട് ഒരു മെഷീൻ ഇങ്ങനെ വെക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ടക്ക് 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 ഇതാക്കും. അങ്ങനെ ആക്കുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിലെ മിനറൽസ്, വൈറ്റമിൻസ് ഉള്ള എന്തോരമുണ്ട്, എന്ത് ഡെഫിഷ്യൻസി ഉണ്ടോ, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും യു വിൽ ഗെറ്റ്. സോ ഐ ഡിഡ് ദാറ്റ്. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആക്ച്വലി നടക്കുന്നത്. എവിടെ പോകാനാണെന്നറിയോ? കാണിച്ചു തരാം. കുറേ നേരമായി ഈ റിസോർട്ട് മൊത്തത്തിൽ ഇപ്പോൾ ചുറ്റി. ഐ വിൽ ഷോ യു എ പ്ലേസ് വെർ ഐ വോണ്ട് ടു ഗോ. ആൻഡ് അവിടെ പോയിട്ട് ചില്ല് ചെയ്യാന്നുള്ളതാണ് എൻ്റെ മെയിൻ പരിപാടി. ഹായ്, ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, ഇവിടെ കൂടെ ചാടിയാലോ? വെയിറ്റ്, ഞാൻ കാണിച്ചു തരാം. സോ ദിസ് ഇസ് വെർ ഐ വോണ്ട് ടു ഗോ. ലൈക്ക് ഹായ്, നോക്കേ, വെരി പ്ലസൻറ്റ്. ഇതൊരു ഗോൾഫ് ഏരിയ ആണ്. ഇതിൻ്റെ ഇവിടെ എനിക്ക് എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഐ വോണ്ട് ടു ഗോ. പക്ഷേ ഇവർ പുറത്തൂടെയൊക്കെ പോകണം എന്ന് പറഞ്ഞു. എങ്ങനെ ഒരു ഇടവഴി ഞാൻ ഇതിനകത്ത് കണ്ടതുകൊണ്ട് ഐ എം ജസ്റ്റ് ടേക്കിംഗ് ദിസ് റൂട്ട്. ആക്ച്വലി ഇവിടെ വേറൊരു സ്ഥലമുണ്ട് ഇതേപോലെ. എൻ്റെ റൂം, വേർ ഇസ് മൈ റൂം? ആക്ച്വലി മൈ റൂം ഇസ് ദെയർ. സോ അവിടെ എവിടെയോ എൻ്റെ റൂമിൽ നോക്കുമ്പോഴത്തേക്കും യു ഗെറ്റ് ടു സീ വാട്ടർ ആൻഡ് ഓൾ. എനിക്ക് അവിടെയാണ് പോകാനുള്ളത്, പക്ഷെ പോകാൻ പറ്റില്ല. ഓക്കെ, സോ ബാക്ക് ടു വാട്ട് വി വർ സേയിങ്, വിച്ച് വാസ് ഈ ഓളിഗോ സ്കാൻ്റെ പരിപാടിയൊക്കെ ചെയ്തു. ആൻഡ് വി ഗോട്ട് ടു നോ എന്തൊക്കെയുണ്ട്, എന്തൊക്കെ ഡെഫിഷ്യൻ്റ് ആണ് എന്നുള്ളതൊക്കെ. സ്ഥിരം ഞാൻ കഴിഞ്ഞ കുറേ ദിവസമായി മനസ്സിലാക്കിയ കുറേ സത്യങ്ങൾ വീണ്ടും വീണ്ടും തെളിഞ്ഞു. ഓ, ദാറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഒരു പക്ഷി. ആ ഓൻ്റെ ആവശ്യം എന്തായിരുന്നു എനിക്കറിയില്ല, അത് അങ്ങ് വന്നു പോയി. ഓക്കെ, യാ. സോ അത് കഴിഞ്ഞിട്ട് എനിക്ക് 5 മണിക്ക് ഐ ഹാഡ് ടർക്കിഷ് ഹമാം അപ്പോയിൻമെൻറ്റ്. ഓ മൈ ഗോഡ്, എൻ്റെ ഫസ്റ്റ് ടൈം ആയിരുന്നു. ഇറ്റ് വാസ് സോ ഗുഡ്. 1 മണിക്കൂർ ടർക്കിഷ് ഹമാം ഉണ്ടായിരുന്നു. ആദ്യം അവർ നമുക്കൊരു സ്ക്രബൊക്കെ ചെയ്ത് തന്നിട്ട് ആൻഡ് ദെൻ ഒരു ഫോം ആൻഡ് മസാജ്, അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു. ഇറ്റ് വാസ് റിയലി നൈസ്. ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് ഐ ഗോട്ട് ടു ദ റൂമിൽ പോയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു 30 minutes ഐ ഡിസൈഡഡ് ടു റീഡ് എ ബുക്ക്. സോ ആ ബുക്ക് വായനയുടെ വെരി ലേറ്റല്ല, കുറേ നാളായിട്ട് ഈ ബുക്ക് എൻ്റെ ഷെൽഫിലിരിപ്പുണ്ട്. ആൻഡ് ഐ ഡിഡ് നോട്ട് റീഡ് ഇറ്റ്. സോ ദിസ് ടൈം ഞാൻ വിചാരിച്ചു ഇവിടെ വന്നിട്ട് വ്ളോഗ് എടുക്കണോ വേണ്ടെന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നേ. ഐ വിൽ ബി വെരി ഓണസ്റ്റ്, ബിക്കോസ് ഞാനിത് ഫുള്ളി നേച്ചർ, എൻ്റെ ഒരു മൈൻഡും ബോഡിയൊക്കെ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് വന്നതാണ്. സോ അതിൻ്റെ ഇടയിൽ കണ്ടൻറ് ഷൂട്ട് വേണോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ എനിക്കുണ്ടായിരുന്നു. ബട്ട് ദെൻ ആഫ്റ്റർ മൈ ടർക്കിഷ് ഹമാം ഐ തോട്ട് maybe I should show you all this beautiful place. അങ്ങനെയാണ് ഞാൻ ഇത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്.
നൗ ഞാൻ ഈ ബുക്ക് വായനയുടെ കാര്യം പറഞ്ഞു പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ നടക്കുന്നത് എനിക്കിങ്ങനെ ഈ ഒരു പച്ചപ്പിൻ്റെ ഒക്കെ നടുക്ക് എന്നിട്ട് കുറച്ച് ബുക്ക് വായിക്കാനുള്ള ഇൻസ്റ്റെഡ് ഓഫ് മുറിയിലിരുന്ന് വായിക്കാൻ ഐ തോട്ട് ഐ വിൽ സിറ്റ് സംവെയർ ഇൻ ദിസ് ഗ്രീനറി ഏരിയ ആൻഡ് ഐ വിൽ റീഡ് സം ബുക്ക്. ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാം. കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് തോന്നുന്നത്, പറന്നു പോയി. കാണാവോ? അയ്യോ സോറി, കാണാവോ? എന്താണ് എൻ്റെ തലയിൽ? ഞാൻ ഇവിടെ നിന്ന് എടുക്കുക, കാരണം അടുത്തോട്ട് പോകുമ്പോൾ അത് പറന്നു വന്നു. ഐ വോണ്ട് ടു ഗോ നിയർ ആൻഡ് സീ. അയ്യോ, ഇത് 6x സൂമിലിട്ടാണ് എടുക്കുന്നത്, വെറുതെ ഇല്ല. ഞാൻ അടുത്തോട്ട് പോകുമ്പോൾ അത് പറന്ന് പോകുന്നു. ഐ എം ജസ്റ്റ് ഗോയിങ് ടു ഷോ ഇറ്റ് യു ഫ്രം ഹിയർ. ഇങ്ങനത്തെ കുറേ പക്ഷികളുണ്ട് കേട്ടോ ഇവിടെ. വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. തൂ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഞാൻ നടക്കുമ്പോഴത്തേക്കും അത് പറന്ന് വേറെ എവിടെയെങ്കിലും പോയിരിക്കും. ആക്ച്വലി ലെറ്റ് മീ ഷോ യു ദിസ് പ്രോപ്പർട്ടി. വെരി ബ്യൂട്ടിഫുൾ, ഭയങ്കര ഫുൾ പച്ചപ്പിൻ്റെ മേളം. ആഷിക് വിൽ ഡെഫിനറ്റ്ലി ലവ് ദിസ്. ഞാൻ ആഷിക്കിനെ പറഞ്ഞതാണ് എൻ്റെ കൂടെ വരാൻ, അപ്പോൾ ലീവ് എടുത്തില്ല. അത്രയും ലീവില്ല, ഇനി കുറച്ച് ദിവസമേ ലീവുള്ളൂ, നാട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഹി ചോസ് നോട്ട് ടു കം. സോ ഐ ഗോണ ഷോ യു ദ പ്ലേസ് അറൗണ്ട്. സോ ദിസ് ഇസ് എൻ അജ്മാൻ. ബേസിക്കലി ഞാനിപ്പം നടക്കുന്നത് ഒരു ഗോൾഫ് ക്ലബിൻ്റെ സൈഡിൽ കൂടെ കേട്ടോ. സോ യു ക്യാൻ ആക്ച്വലി സീ ഇതുണ്ട് ഗോൾഫ് കാട്ടും ഒരു ചേട്ടൻ ഗോൾഫൊക്കെ ചെയ്തിട്ട്, ഐ മീൻ ഹീസ് പ്ലേയിങ്. പ്രാക്ടീസ് ഏരിയ ആണത്. ഇവിടെ അവർ പ്രാക്ടീസ് ചെയ്യുക. ഇത് ആക്ച്വലി വേറൊരു റിസോർട്ടാണ്. അപ്പോൾ നമ്മളുടെ റിസോർട്ട് അങ്ങോട്ടാണ്. സംഭവം ജസ്റ്റ് സൈഡിൽ കൂടെ നടക്കാം, കാരണം ഐ ഡോണ്ട് വോണ്ട് ടു ഇൻറ്ററപ്റ്റ് ദ ഗെയിം. ഞാൻ ഉദ്ദേശിച്ച സ്ഥലം ഇതേ അല്ല നടക്കാൻ പോകാനായിട്ട്, കാരണം എൻ്റെ റൂമിൽ നിന്നുള്ള വ്യൂ ഉള്ള സ്ഥലത്തോട്ടാണ് എനിക്ക് പോകേണ്ടത്. പക്ഷെ ആ സ്ഥലം ഈ പരിസരത്ത് പോലും കാണില്ല. എൻ്റെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ വെള്ളമൊക്കെ ഉണ്ട്. അതെവിടെ എങ്ങനെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഗൈസ്. ഈ അൽ സോറ എന്നത് കണ്ടോ? ഈ അൽ സോറയുടെ റിസോർട്ടും, ഐ മീൻ ഈ നിങ്ങളിപ്പോൾ കാണുന്നത് ഇത് സോയ, ഞാൻ നിൽക്കുന്നത് സോയ വെൽനെസ് റിസോർട്ട്. അവരുടെ ഇതാണ്. ബട്ട് ദിസ് ഇസ് സോറ. ഇതൊരു ഏരിയ ആണ്, അൽ സോറ ഗോൾഫ് ആൻഡ് യോട്ട് ക്ലബ്. അങ്ങനെ അതിൻ്റെ ഒരു ഏരിയ ആണ്. നല്ല രസമുണ്ട്. ലൈക്ക് കിളികളുടെ സൗണ്ടും. നമ്മുടെ ദുബായിലെ യൂഷ്വൽ ട്രാഫിക്കും തിരക്കും ബിസി ലൈഫൊന്നും അല്ലാണ്ട് വെരി കാം, പീസ്ഫുൾ, നല്ല രസം. ഞാൻ ഇത് കാണിച്ചുകൊണ്ടിരിക്കണം നിങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കാണിച്ച് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ എൻ്റെ ആ സ്ഥലം ഇതുവരെ ഞാൻ കണ്ടുപിടിക്കാത്തതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചൊരു കാര്യം ചെയ്യാം, നമുക്ക് മുറിയിൽ പോവാം. മുറിയിൽ പോയിട്ട് ഏതൊരു മുറിയിൽ അല്ലെങ്കിൽ ഈ റിസോർട്ടിൽ കുറേ സ്ഥലമുണ്ട് കേട്ടോ. ദർ ഇസ് എ ലൈബ്രറി. ആ ലൈബ്രറിക്കകത്തൊരു പോഡ്കാസ്റ്റ് സെറ്റ് ചെയ്യും പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൈക്കും ട്രൈപോഡ് സ്റ്റാൻഡും ഒക്കെ ഉണ്ട്. ആൻഡ് there is also other places where you can just sit, relax. So I'm gonna do that. അയ്യോ, കുറേ പക്ഷികൾ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. എന്നെ കണ്ടതും ഓടിപ്പോയി, ഓടില്ല, പറന്നുപോയി. സോ ഇന്ന് എനിക്ക് വേറെ പരിപാടിയൊന്നുമില്ല. ഫുഡ് അടിക്കുക, കടന്നുറങ്ങുക, അല്ലെങ്കിൽ ഐ ക്യാൻ ഡു വാട്ട് എവർ ഐ വാണ്ട് ടു ഡു. ബട്ട് നാളെ നല്ലൊരു എൻഗേജിങ് ഡേ ആണ്. രാവിലെ ഇറങ്ങി ഒരു മോർണിംഗ് വാക്കിനൊക്കെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതർവൈസ് ഇഫ് യു നോ ടു റൈഡ് എ സൈക്കിൾ ഓർ എ ബൈക്ക്, യു ക്യാൻ ടേക്ക് ദാറ്റ് ബൈക്ക് ആൻഡ് ഇവിടെയൊക്കെ നമുക്ക് ഓടിക്കാം. എനിക്ക് പിന്നെ സൈക്കിൾ ഓടിക്കാൻ അറിയാത്തത് കൊണ്ട് കാര്യമില്ല. ഞാൻ ഇപ്പം നടക്കും പോലെ ലെവന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കേണ്ടി വരും. ഹായ്, ഒരു ഗോൾഫ് കാർട്ട് വരും. അപ്പം നാളെ രാവിലെ എണീറ്റിട്ട് അങ്ങനൊരു വാക്ക് പോകണം. പോയി കഴിഞ്ഞിട്ട് I am planning to have breakfast a bit early. നോക്കട്ടെ, എണീക്കുമ്പോൾ ഇരിക്കും. Then there is 9 to 9:45. ഇവിടെ യോഗയുണ്ട്, യോഗ ഫോർ ബിഗിനേഴ്സ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് യോഗയ്ക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആക്ച്വലി കുറച്ച് ഫ്രീ ടൈം ഉണ്ട്. എൻ്റെ ഫ്രീ ടൈമിലെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ
ഐ എം നോട്ട് യൂസിങ് ഫോൺ സ്ക്രോൾ ചെയ്ത് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒന്നും ഇരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ബിക്കോസ് ഭയങ്കരമായ അഡിക്റ്റായി മാറിയിരിക്കുന്നു ഞാൻ. അത് ഞാനിപ്പം ഇന്നിവിടെ വന്നിട്ടൊരു ബുക്ക് വായിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ, ആ ബുക്ക് വായിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും അതിന് 5 പേജ് ആയുള്ളൂ. എനിക്കാണെങ്കിൽ മറ്റേ ഭയങ്കര അയ്യോ ഇതാണ് ഞാൻ ചെയ്യണം ആ സീൻ. അതായപ്പോൾ തന്നെ ഞാൻ I think it's high time I should take a break from social media. So only in Ruh Collections പേജിൽ മാത്രമാണ് ഞാൻ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുള്ളൂ. അതിനെനിക്ക് വേറൊരു ഫോണുണ്ട്. അതർവൈസ് എൻ്റെ ഫോണിൽ ഞാൻ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്തു. 2 ദിവസമെങ്കിൽ 2 ദിവസം, 10 ദിവസമെങ്കിൽ 10 ദിവസം, വാട്ട് എവർ ബി ഇറ്റ്, ഐ എം ഗോയിങ് ടു ഡു ദാറ്റ്. ഞാൻ വീണ്ടും ഈ ഗ്യാപ്പിൽ വന്നു. ആക്ച്വലി ഇവിടെ ഇപ്പം ദിസ് ഇസ് വേർ സോയയുടെ പ്രോപ്പർട്ടി ഒക്കെ ഉള്ളതെന്നാണ് എൻ്റെ ഒരു അറിവ്. പക്ഷെ ഞാൻ ഇതിൻ്റെ പുറത്ത് നടന്നിട്ടൊന്നും വലിയ കാര്യമില്ലെന്ന് എനിക്ക് തോന്നണം. ബിക്കോസ് ഐ ഡോണ്ട് സീ എൻ അന്ത്യം. ഇതൊരു വലിയ ഗോൾഫ് ഏരിയയാണ്. സോ ഐ എം നോട്ട് ഷുവർ ഇഫ് ഐ വാക്ക് around here I'm going to get to where I want to go. So right now let's go back to my room. അമ്മേ ഓക്കെ, ഞാൻ പറഞ്ഞു എന്തൊക്കെയോ എവിടേക്കോ പോയി. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അബൌട്ട് ഇന്നത്തെ നാളത്തൊക്കെ പരിപാടി. നാളെ ഞാൻ പറഞ്ഞില്ലേ സ്ക്രോൾ ചെയ്യൽ പരിപാടികളൊന്നുമില്ല. ആ ഫ്രീ ടൈമിൽ ഒന്നുകിൽ ഞാൻ ബുക്ക് വായിക്കും. ഞാൻ 2 ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് അതർവൈസ് ഐ എം ഗോയിങ് ടു കളർ. ഞാൻ ഒരിടയ്ക്ക് എനിക്ക് കുറച്ച് ഐ ഫെൽറ്റ് എ ബിറ്റ് സ്ട്രെസ്ഡ് ബാക്ക് ഇൻ 2024. ഞാൻ സ്ട്രെസ്ഡ് അല്ല, എനിക്ക് ADHD മൂത്തിരിക്കുകയാണെന്ന് എനിക്ക് തോന്നിയ സമയത്ത് എന്നെ ഒന്ന് എൻഗേജ്ഡ് ആക്കാൻ വേണ്ടിയിട്ട്, ബോറടിക്കാണ്ട് എന്നെ ഒന്ന് എൻഗേജ് ആയിട്ട് എൻ്റെ മൈൻഡ് ഭയങ്കരമായും ഓവർ തിങ്ക് ചെയ്ത് അലമ്പാവണ്ടെന്ന് ഞാൻ തന്നെ സ്വയമേ വിചാരിച്ചിട്ട് ഐ ബോട്ട് എ കപ്പിൾ ഓഫ് കളറിങ് ബുക്സ്. അങ്ങനെ ആ കളറിങ് ബുക്സും കുറച്ച് കളർ പെൻസിൽസും ഉണ്ട്. അപ്പോൾ ഞാൻ അതിലൊരു ബുക്ക് കൊണ്ടിട്ടുണ്ട്. അങ്ങനെ ഷോ യു സംതിങ് വിച്ച് ഇസ് ദ പൂൾ ഓവർ ഹിയർ. ഇവിടുത്തെ പൂളാണ് ഈ കാണുന്നത്. ഒരു മിനിറ്റ്. സോ ഇതാണ് ഇവിടുത്തെ സ്വിമ്മിങ് പൂൾ. അതാണ് സ്വിമ്മിങ് പൂൾ. എനിക്ക് ആക്ച്വലി പൂളിൽ ഇറങ്ങണം എന്നുണ്ട്. ബട്ട് ദെൻ ഐ തോട്ട് ഞാൻ ഇപ്പോൾ പോയിട്ട് ടർക്കിഷ് ഹമാം ചെയ്തതേ ഉള്ളൂ. ആൻഡ് ദെൻ നാളെ എനിക്ക് ഒരു ഇതുണ്ട് സ്വീഡിഷ് മസാജ് ഉണ്ട്. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഇവർക്ക് ഇവിടെ സ്പാ, സോണ, സ്റ്റീം അങ്ങനത്തെ കുറേ നല്ല സാധനങ്ങളുണ്ട്. സോ ഐ എം തിങ്കിങ് വൈ ഷുഡ് ഐ ഇതിലൊക്കെ പോയിട്ട് സോണയും, അതായത് IV സോണൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണതല്ലേ നല്ലത് ഈ പൂളിൽ ഇറങ്ങി ക്ലോറിൻ വെള്ളം അതിനേക്കാളും നമുക്ക് ഈ പരിപാടി ചെയ്യാം എന്നുള്ളൊരു മൂഡിലാണ് ഞാൻ. ഓക്കെ, സോ നാളത്തെ പ്ലാൻ, ഇന്നത്തെ പ്ലാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ കത്തിടിച്ചുകൊണ്ടിരിക്കുന്നത്. നാളത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, യോഗ കഴിഞ്ഞ് പിന്നെ കുറച്ച് ഫ്രീ ടൈമാണ്. ആൻഡ് ദെൻ ദർ ഇസ് ലഞ്ച് കഴിഞ്ഞ് 3 മണിയാകുമ്പോഴത്തേക്കും ദർ ഇസ് ഫിറ്റ്നസ് ക്ലാസ് ഉണ്ട്. ജസ്റ്റ് 30 minutes. ഇവർ ഒന്നുകിൽ സുംബ, ടബാട്ട അങ്ങനത്തെ എന്തോ സാധനം കേട്ടോ. നാളെ എന്താണെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഓസോൺ സോണ ഉണ്ട്. ഓസോൺ സോണ കഴിഞ്ഞിട്ട് എനിക്ക് സ്വീഡിഷ് മസാജ് ഉണ്ട്. പിന്നെ എനിക്ക് വേറെ എന്തോ ഒരു സാധനം കൂടെ ഉണ്ട് നാളെ. ഇത് ഇത്രയും കഴിഞ്ഞിട്ട് 5:30 to 6 മെഡിറ്റേഷൻ ഉണ്ട്. മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ സ്ഥിരം എന്താണ് ഫുഡ് അടിക്കുക, കിടന്നുറങ്ങുക, അതാണ് പരിപാടി. ആൻഡ് ദെൻ അഗൈൻ ഡേ ആഫ്റ്റർ ടുമോറോ ദർ ഇസ് നത്തിങ് ടു ബി ഓണസ്റ്റ്. നമുക്കെന്താ ഉള്ളത്, നാളെ ഉള്ള വേറൊരു സാധനം എന്ന് പറഞ്ഞാൽ വാട്ടർ ബെഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. ആൻഡ് ദെൻ മറ്റന്നാൾ രാവിലെ എണീക്കുന്നു, ഇതേപോലെ നിങ്ങൾക്ക് നടക്കാൻ പോവാം. ഇതേ കിട്ടി. സി, നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. 1 second. ഈ മറയിൽ കാണാൻ പാടാ, പക്ഷേ ആ പച്ചപ്പിൻ്റെ ബാക്കിൽ കുറച്ച് വെള്ളമാണ്. എനിക്ക് അവിടെയാണ് പോകേണ്ടത്. മൈ ബാൽക്കണി ഫേസസ് ആക്ച്വലി ടു ദിസ് ഏരിയ. ദാറ്റ്സ് എക്സാക്ട്ലി വെർ ഐ വോണ്ട് ടു ഗോ. ബിക്കോസ് ഈ വെള്ളത്തിൻ്റെ നടക്കവർ ഗോൾഫ് കളിക്കില്ലല്ലോ. സോ 2 days കംപ്ലീറ്റ്ലി ഒരു
രസം എന്നല്ല, എനിക്ക് കൂടുതലും നോട്ട് ലുക്കിംഗ് ഇൻ ടു രസം. ഞാൻ പറഞ്ഞില്ലേ, ഡീസ്ട്രെസ് ചെയ്യുക, റിലാക്സ് ചെയ്യുക, ഭയങ്കരമായും ഒന്ന് മൈൻഡ് ക്ലിയർ ആക്കുക. മൈ പ്ലാൻ ഇസ് ടു ഗോ ബാക്ക് റിഫ്രഷ്ഡ് ആൻഡ് കുറച്ച് എന്താ പറയുക, നമ്മൾ കുറച്ച് ക്രിയേറ്റീവ് തിങ്കിങ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ ഒക്കെ സാധനം ചെയ്യാനാണ്. അത് ചെയ്ത് തുടങ്ങണം എന്നാണ് എനിക്ക് ഇത് കഴിഞ്ഞിട്ട്. ഇപ്പം ഞാൻ ഭയങ്കര ബിഗ് ടൈം മടിച്ചെന്നല്ല അതിന് പറയുക. മടിയുണ്ട്, ഇല്ല എന്നല്ല. ഐ തിങ്ക് മോർ ദാൻ മടി, ഇറ്റ് ഈസ് അബൌട്ട് വാട്ട് ഇസ് ഇറ്റ്, സ്ക്രോളിങ് ഇൻ ദ ഫോൺ. ഐ എം വേസ്റ്റിംഗ് മൈ ടൈം. എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ഐ ആം നോട്ട് ഡൂയിങ് ഇറ്റ്. എൻ്റെ മനസ്സിൽ ശരിക്കും ഉണ്ട് എനിക്ക് വർക്കൗട്ട് ചെയ്യണം എന്നല്ല, വർക്കൗട്ട് ചെയ്യണം, കണ്ടൻറ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ പലതും ചെയ്യണം എന്ന് എനിക്കുണ്ട്. ബട്ട് എ ലോട്ട് ഓഫ് ഫാക്ടേഴ്സ് വിച്ച് ഈസ് വൺ, മൂഡ് മാത്രമല്ല കേട്ടോ, എനർജി ലെവൽ. ദ ലാസ്റ്റ് 2 weeks മൈ എനർജി ലെവൽ വാസ് കട്ട ദുരന്തം. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ടും ഞാൻ എക്സോസ്റ്റഡ് ആണ്. ആൻഡ് ഈ പറയുന്ന അതിൻ്റെയൊക്കെ കൂടെ തന്നെ വേറൊരു കാര്യമാണ് ഐ സോ വിച്ച് ഈസ് ദാറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് മൂഡില്ലായ്മ, ലേസിനെസ്, അതൊന്നുമല്ല. നമ്മുടെ ബോഡിയിൽ അയണിൻ്റെ കണ്ടൻറ്റ്, B12 കണ്ടൻറ്റ്, എനിക്ക് ആക്ച്വലി B12 ഇസ് ഫൈൻ, ബട്ട് മൈ ഐ ഹാവ് അയൺ ഡെഫിഷ്യൻസി. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് even if you want to, you can't do. So I'm not just blaming it on iron, but it also depends on my energy, my mood, my level of stress I have been in the past couple of days. So this wellness retreat is basically Zoya. So this wellness retreat is basically for me to rejuvenate, to de-stress and to feel a lot better, so that നമുക്ക് പ്രൊഡക്ടിവിറ്റി, നമ്മുടെ മൈൻഡും ബോഡിയും ക്ലിയർ ആയാലാണ് നമുക്ക് പറ്റുക, ബെറ്ററായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റും. സോ അതിനെല്ലാം വേണ്ടിയിട്ടുള്ളൊരു 2 days ഓഫ് ഡീസ്ട്രെസ്സിങ് ആണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഐ എം എൻജോയിങ് ഇറ്റ്. ഞാൻ ഒറ്റയ്ക്കാണ്, ബട്ട് സ്റ്റിൽ ഐ എം എൻജോയിങ് ഇറ്റ്. ഐ ലൈക്ക് മൈ ഓൺ കമ്പനി. ഞാൻ ഒറ്റയ്ക്ക് ജോർജിയയിലും അസർബൈജാനിലൊക്കെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറേ നാളായി അതൊക്കെ പോയിട്ട്. അത് കഴിഞ്ഞിപ്പം അതായത് എനിക്ക് 2022 ശേഷം ആദ്യമായിട്ടാണ് ഞാൻ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയിട്ട് ഇങ്ങനെ സ്റ്റേ ഒക്കെ ചെയ്യണം. ലെറ്റ്സ് സീ, ബോറടിക്കുമോ, ഇഷ്ടപ്പെടുമോ, എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഐം ജസ്റ്റ് ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ എനിക്ക്, അതായത് ഈ പറയുന്ന ടർക്കിഷ് ഹമാമൊന്നും എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. പെണ്ണുങ്ങൾ കുളിക്കണം എങ്ങനെ കാണിച്ചു തരും. ദെൻ നാളത്തെ ഈ ഓസോൺ സോണൊക്കെ എനിക്ക് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. വാട്ട് എവർ ഐ ക്യാൻ ഷോ യു, ഐ വിൽ ഷോ യു. അതേഴ്സ് ലെറ്റ്സ് സീ ഹൗ ദിസ് ഗോസ്. സോ ഞാൻ മുറി പോയിട്ട് ഞാൻ അവിടെ നിന്ന് ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ബേസിക്കലി ഇതാണ് ഇവരുടെ ലോബി കഴിഞ്ഞിട്ട് നേരെ വരുന്നൊരു സ്പേസ്. സോ ദിസ് ഇസ് ദ പ്ലേസ്. ഈ ഫ്രണ്ടിൽ കാണുന്ന ഇവിടെയാണ് റെസ്റ്റോറൻറ്റ്, നമ്മുടെ ഫുഡടി കേന്ദ്രമൊക്കെ. ഐ ആം ഗോയിങ് ടു ഷോ യു വൺ മോർ പ്ലേസ്. 1 second. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കുറേ നല്ല നല്ല സ്പോട്ടുകളുണ്ടെന്ന്. സോ അങ്ങനെ എനിക്ക് വന്ന ഉടനെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്പോട്ടാണിത് കേട്ടോ. സി വെരി നൈസ്, ഒരു നല്ലൊരു സ്പോട്ട് ഇല്ലേ. ആൻഡ് ദെൻ ഇവിടെ ചെസ്സും ക്യാരംസും ഒക്കെ കളിക്കാനുള്ളൊരു സ്പേസും. പിന്നെ ഇതിന് പുറത്തോട്ട് ഇറങ്ങിയ സ്വിമ്മിംഗ് പൂളാണേ. അങ്ങോട്ടേക്ക് ഞാൻ അങ്ങനെ കൊണ്ടുപോയി കാണിക്കുന്നില്ല. സോ ദിസ് ഇസ് ബേസിക്കലി ദെയർ ലോബി ആൻഡ് റിസപ്ഷൻ ഏരിയ. ഇതാണ് ഞാൻ പറഞ്ഞ ലൈബ്രറി. അങ്ങനെ ഗോ ഇൻസൈഡ് ആൻഡ് ലെറ്റ്സ് സീ. ഇവിടുത്തെ സ്വിച്ച് ഓണാക്കണം. ലെറ്റ്സ് ഫൈൻഡ് ദാറ്റ്. സോ ഇവിടെ കുറച്ച് ബുക്കൊക്കെ വെച്ചിട്ടുണ്ട്. ആൻഡ് ദെൻ ഞാൻ പറഞ്ഞില്ലേ ഇവരോട് പോഡ്കാസ്റ്റിൻ്റെയൊക്കെ മൈക്കും ട്രൈപോഡ് വിത്ത് ഗിംബൽ ട്രൈപോഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ നൈസ് പ്ലേസ്. ഇവിടെയും ഇരുന്ന് ബുക്ക് വായിക്കാം,
ചിലപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരുന്ന ബുക്ക് വായിച്ചെന്നിരിക്കും. 9 മണി വരെ ഇവരുടെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാവും കേട്ടോ. സോ ഇനി ഞാൻ റൂമിൽ പോയിട്ട് ഐ വിൽ ഷോ യു മൈ റൂം ക വ്യൂ. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ മുറിയിൽ അവിടെ തുണി ഇട്ടിട്ടുണ്ട്. സോ അങ്ങനെ ഗോ സ്ട്രൈറ്റ് ടു ദ ബാൽക്കണി ആൻഡ് ഷോ യു ദ വ്യൂ. സോ ഇത് താണ്ടാ എൻ ബാൽക്കണി. കണ്ടോ? ഓ ഇല്ല, വെള്ളം ഇല്ലല്ലേ ഇവിടെ, പക്ഷേ ഇതോ അവിടെ ഉണ്ട് വെള്ളം. നിങ്ങൾക്ക് കാണുന്നുണ്ടോ ആ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ? ആ വെള്ളമുള്ള സ്ഥലത്താണ് എനിക്ക് പോകണം എന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ നോക്കിയാൽ നമ്മുടെ സ്വിമ്മിംഗ് പൂളും പരിപാടികളാണ്. ആൻഡ് ദെൻ ദർ ഇസ് ദിസ് പച്ചപ്പ് ഗോൾഫ് ഏരിയ. നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് സൺസെറ്റൊക്കെ കാണാം. ഇവിടെ ഇരുന്ന് ബുക്ക് വായിക്കാം. ബുക്ക് വായന നിങ്ങൾ വിചാരിക്കുന്നത് എന്തോന്ന് ബുക്ക് വായന ഒരു റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം. സോ ഐ ഡോണ്ട് വോണ്ട് ടു സിറ്റ്. അതായത് കുറേ നേരം നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണ് ബോറടിക്കുക അല്ലെങ്കിൽ ഫോണെടുത്ത് സ്ക്രോൾ ചെയ്യാൻ തോന്നുക. എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടം കേട്ടോ. പണ്ട്, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര അഡിക്റ്റ് ആയതുകൊണ്ട് എനിക്ക് ആ ഒരു മൂടെത്തുള്ള. അല്ലാണ്ട് എനിക്കിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുക, ഒന്നും ചെയ്യേണ്ട, ഒന്നും ആലോചിക്കണമില്ല, ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇങ്ങനെ ഇരിക്കാൻ എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഈ മറ്റെന്താണ് ചാനലിൻ്റെ പേര്, നമ്മുടെ ഈ അഡിക്റ്റ് സോഷ്യൽ മീഡിയ അഡിക്ട്സിൻ്റെ ഒരു അവർക്ക് ബോഡിയിൽ എന്തൊരു സാധനം കൂടുതലാണ്. ഷിറ്റ് മാൻ, ഐ ഫോർഗോട്ട് ദ നെയിം. ആ സാധനം കോർട്ടിസോൾ, വേറെ ലെവൽ കോർട്ടിസോൾ ഇങ്ങ് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇപ്പം വെറുതെ ഇങ്ങനെ ഇരിക്കാൻ പോലും എനിക്ക് പറ്റില്ല. ഭയങ്കര, അതായത് ഞാൻ ഇത്രയും വലിയ വീഡിയോസ് ഇട്ടിട്ട് ചില വീഡിയോസൊക്കെ ഞാൻ ഫുൾ ഇരുന്ന് കാണാം 3-4 minutes. ഐ മീൻ വെൻ ഐ സേ 3-4 minutes ഈ ഇൻസ്റ്റഗ്രാമിൽ കാണും. ബട്ട് സം വീഡിയോസ് ഞാൻ ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ 2 times സ്പീഡിൽ കാണാൻ പറ്റില്ല. അതുകൊണ്ട് അതിൽ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ആ സ്പീഡിലേക്കാണ് കാണുന്നത്. ബട്ട് സം അതർ വീഡിയോസ് ഐ ഡു വാച്ച്. ബട്ട് time spent on social media is way too much, so I want to reduce that, and that is why I have uninstalled these two. And because I want to reduce that frequency to which I'm checking my phone, that is why I've opted for reading and coloring. Now in ഈ 2 ദിവസം തിരിച്ച് ബാക്ക് ടു റിയാലിറ്റി എന്ന് പറയുന്നത് ബാക്ക് ടു റൊട്ടീൻ പോകുമ്പോൾ റീഡിങ് ഇസ് ഗോയിങ് ടു ബി ദെയർ. ബട്ട് ബാക്കിയുള്ള സമയങ്ങളിൽ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഐ ആം തിങ്കിങ് ഓഫ് ഡൂയിങ് സം തിങ്സ്. ആ തിങ്സ് ഞാൻ ചെയ്ത് തുടങ്ങിയിട്ട് പറയാം. കാരണം ഒന്നെങ്കിൽ അതെന്തെങ്കിലും ഒരു സാധനം പഠിക്കുക എന്നുള്ളതായിരിക്കും. മേ ബി ഈ പറയുന്ന ബേസിക് നമുക്ക് എഡിറ്റിംഗ് പഠിക്കുക എന്നുള്ളതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എനി ലാംഗ്വേജ്, അല്ലെങ്കിൽ എൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ട് എനിക്ക് വർക്കിൽ എക്സൽ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിന് വേണ്ടിയിട്ട് എന്തായാലും പഠിക്കണം കേട്ടോ. കുറേ സാധനമുണ്ട് പഠിക്കാൻ. അതാകാം. ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് കുറേ നാൾ മുന്നേ, എനിക്ക് തോന്നുന്നു 2023 ഒരാവശ്യമില്ലാണ്ട് ഞാനൊരു സാധനം ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊരു കണ്ടു. And I wanted to learn that. So this particular lady was teaching that also online. അപ്പോൾ ഞാനത് മേടിച്ചു പഠിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ലോഡ് പൈസ ആ പഠിച്ച സാധനം ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ച് വെച്ചു വീട്ടിൽ വെച്ചിട്ടിപ്പോൾ കുറേ നാളായി. and I have not done it. So I will either do that or I'm going to learn new things. I've not decided, but I have decided to stop spending time on social media. But അപ്പോൾ നിങ്ങൾ വിചാരിക്കും യൂട്യൂബ് വേറൊരു വലിയൊരു സത്യം എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ അങ്ങനെ വലുതായിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ സമയം സ്പെൻഡ് ചെയ്യാറില്ല. ഞാൻ അങ്ങനെ കൂടിപ്പോയാൽ ഞാൻ പണ്ട് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരാളുടെ വ്ളോഗ് എന്ന് പറയുന്നത് I don't know, back when in those days when Karthik Surya used to do daily vlogs, I used to watch that. അപ്പോൾ ഭയങ്കര അതായത് ഒരു രസം, അതിൻ്റെ ചിലതിലൊക്കെ നല്ല കണ്ടൻറ്റ്, അങ്ങനത്തെ കണ്ടൻറ്റിൻ്റെ അല്ല,
ഒരാൾ ഡെയിലി വ്ളോഗ് ഇടുമ്പോൾ ഒരു രസം. അങ്ങനെ അത് ഞാൻ കാണുമായിരുന്നു. പിന്നെ ഞാൻ കണ്ടുകൊണ്ടിരുന്നത് ഒരിടയ്ക്ക് തനി മലയാളിയുടെ വീഡിയോസ് ഞാൻ കാണുമായിരുന്നു. കുറേ നാൾ കണ്ടു, കുറച്ച് നാൾ കണ്ടു. ആൻഡ് ദെൻ സംവെയർ എനിക്ക് ആ ഒരു ഐ കുഡൻറ്റ് കണക്ട്. സോ ഐ സ്റ്റോപ്ഡ് വാച്ചിങ് ആഫ്റ്റർ ദാറ്റ്. റാൻഡംലി ഞാൻ ചില ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോസ് ഞാൻ കാണും, അല്ലാണ്ട് ഞാൻ യൂട്യൂബിൽ അങ്ങനെ കാണാറില്ല. പിന്നെ ഞാനിപ്പം അങ്ങനെ യൂട്യൂബിൽ അങ്ങനെ സത്യം പറഞ്ഞാൽ ഐ ഡോണ്ട് സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഇൻ യൂട്യൂബ്. കാരണം ഞാൻ എങ്ങനെ ഐ ഡോണ്ട് ഫോളോ എ ലോട്ട് ഓഫ് പീപ്പിൾ ടു വാച്ച്. പാട്ട് കേൾക്കാൻ വല്ലപ്പോഴും എടുത്തിടും, പിന്നെ അങ്ങനത്തെ പരിപാടിക്കല്ലാണ്ട്. സോ ഞാൻ അതാ എനിക്ക് പണ്ട് തൊട്ടേ എനിക്ക് തോന്നുന്നു ഫോർ എ ലോങ് ടൈം ഐ ഡിഡ് നോട്ട് യൂസ് യൂട്യൂബ്. എനിക്ക് യൂട്യൂബിൽ നിന്ന് അന്നും ഇന്നും പാട്ട് കേൾക്കാനൊരു സ്ഥലമാണ് യൂട്യൂബ്. അതുകൊണ്ട് ഞാൻ അധികം യൂട്യൂബിൽ ടൈം സ്പെൻഡ് ചെയ്യാറില്ല. ഐ ആം സോറി ടു സേ. ബട്ട് ഐ പേഴ്സണലി ഫീൽ പാട്ട് കേൾക്കാൻ മാത്രമല്ല കേട്ടോ, ദർ ഇസ് എ ലോട്ട് ഓഫ് തിങ്സ് ദറ്റ് യു ക്യാൻ ഡു ഫ്രം യൂട്യൂബ്. അതായത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ ഞാൻ പഠിക്കണം എന്ന് പറഞ്ഞില്ലേ, ഈ പഠിക്കണതൊക്കെ ആക്ച്വലി ഞാൻ യൂട്യൂബിൽ ഓരോ ഇന്ന സബ്ജക്റ്റ് പഠിക്കും, അല്ലെങ്കിൽ ലൈക്ക് ഇഫ് ഇറ്റ് വാസ് കോഡിങ്, ഞാൻ കോഡിങ് പഠിച്ചിരുന്ന ഒരു കുറച്ച് വീഡിയോസ് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടാണ്. റിയാക്റ്റൊക്കെ ഞാൻ പഠിച്ചത് യൂട്യൂബിൽ ഒരു ക്രിയേറ്റർ ഉണ്ട്, അയാളുടെ അതായത് കോഡിങ് പഠിപ്പിക്കുന്ന അങ്ങനത്തെ പരിപാടികൾ അതിനൊക്കെ ഞാൻ യൂസ് ചെയ്യും. അതായത് കുറച്ചുകൂടെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഐ സ്പെൻഡ് മോർ ടൈം ഇൻ യൂട്യൂബ്. ആൻഡ് പിന്നെ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്, ഞങ്ങളെന്ന് ഞാൻ പറയാൻ കാരണം ആഷിക്കിൻ്റെ ഏറ്റവും ഫേവറേറ്റ് യൂട്യൂബറാണ് ബൂംബാങ്. സോ വി സീ ഹിസ് വീഡിയോസ്. അത് ബൂംബാങ്ങിൻ്റെ ഏത് വീഡിയോ എന്നാലും നമ്മൾ കാണും. പിന്നെ ഞങ്ങൾ ഐ വാച്ച് ദിസ് വൺ. അത് പുതിയ വീഡിയോ ഇട്ടാൽ ഞാൻ അപ്പം കാണും കേട്ടോ, റീലോഡ് റോസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ദ വേ പിന്നെ കത്തിപ്പടങ്ങൾ അയാളെ റോസ്റ്റ് ചെയ്യണം, നല്ല രസം. ലൈക്ക് ഐ ലൈക്ക് ദാറ്റ്. സോ അങ്ങനത്തെ സാധനങ്ങളാണ് ഞാൻ കാണുക. ബട്ട് യാ അറ്റ് ദ സെയിം ടൈം ഇപ്പം ഞാൻ ചെയ്യുമ്പോഴത്തെ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ് അല്ലേ, ഇപ്പോൾ ഒരു ഡെയിലി പരിപാടികൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അതെനിക്ക് കാണാൻ ഇഷ്ടമാണ് കേട്ടോ. ലൈക്ക് ട്രൈങ് ടു ബെറ്റർ മൈ ലൈഫ് സ്റ്റൈൽ, അങ്ങനത്തെ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. മേ ബി ബിക്കോസ് ഞാൻ ഇപ്പോഴത്തെ ഞാൻ കേട്ടോ, ലെറ്റ് മി ബി വെരി ഓണസ്റ്റ്, ഇപ്പോഴത്തെ ഞാൻ ലൈഫ് സ്റ്റൈൽ ബെറ്റർ ആക്കുക, ലൈഫ് ബെറ്റർ ആക്കുക, അങ്ങനത്തെ സാധനം ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ്. കുറച്ച് മുന്നത്തെ ഞാനായിരുന്നെങ്കിൽ വിജയിൻ്റെ പാട്ടും ഇപ്പോഴും കേൾക്കും, വിജയുടെ പാട്ട്, പിന്നെന്താ ഐ ഡോണ്ട് നോ വാട്ട് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയില്ല ഞാൻ എന്താണ് ഇതിന് മുമ്പേ കണ്ടുകൊണ്ടിരുന്നതെന്ന്. ആൻഡ് യൂട്യൂബ് ഞാൻ പറഞ്ഞില്ല, പണ്ടും ഞാൻ യൂട്യൂബ് അങ്ങനെ വലുതായിട്ട് യൂസ് ചെയ്തിട്ടില്ല. നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, സിനിമകൾ, സീരീസാണ് മെയിൻ. സീരീസ് എന്ന് പറഞ്ഞാൽ കണ്ട സാധനം തന്നെ ഒരു 10 തവണ കാണും. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വ്ളോഗിൽ പറഞ്ഞില്ലായിരുന്നു, സൂട്ട്സ് ഇസ് മൈ ഫേവറേറ്റ് സീരീസ്. ദിസ് ഇസ് ദ 8th ടൈം, ഐ എം നോട്ട് ജോക്കിങ്, 8th or 9th ടൈം, ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ വീണ്ടും. അങ്ങനെ ഒരു 5-6 സീരീസ് ഉണ്ട് ഞാൻ എപ്പോഴും. അതൊരു കംഫർട്ട് സാധനമായിട്ടിരുന്ന് കാണുന്നതാണ്. കാരണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും കാണണം. അപ്പം പുതിയ സീരീസ് ആണെങ്കിൽ നമുക്ക് കഥയിൽ ഇങ്ങനെ മുഴുകിയിരിക്കണമല്ലോ, അത് കൊടുക്കണ്ട. അതായത് ഇത് ഓൾറെഡി കണ്ടപ്പോൾ എനിക്ക് ഓൾറെഡി അറിയാം എന്താ സംഭവിക്കുന്നത്. സോ കഴിക്കണതിൻ്റെ കൂട്ടത്തിൽ വെറുതെ ഇങ്ങനെ ബാക്കിൽ ഇട്ടാൽ മതി എന്നുള്ളത് കൊണ്ട് ഈ സാധനം വീണ്ടും വീണ്ടും കാണുന്നത്. സോ അങ്ങനെ ഒരു ഇതായതുകൊണ്ട് ഞാൻ അങ്ങനെ ഭയങ്കരമായി യൂട്യൂബിൽ സ്പെൻഡ് ചെയ്യില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഫ് ഐ സ്റ്റോപ്പ് സ്ക്രോളിങ്, ഇഫ് ഐ സ്റ്റോപ്പ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ അഡിക്ഷൻ കുറേയൊക്കെ കുറച്ചാൽ എനിക്ക് ആക്ച്വലി കുറച്ച് സമയം കിട്ടും. കുറച്ചല്ല, എനിക്ക് എൻ്റെ ഒരു കുറച്ച് പരിപാടികളുണ്ട്. അതായത് എനിക്ക് രാവിലെ എന്തൊരു സൗണ്ട് ഗൈസ്, രാവിലെ എണീറ്റ് എനിക്ക് ജിമ്മിൽ പോകണം, അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യണം, പിന്നെ മെഡിറ്റേഷൻ. ഇന്ന് ഞാൻ നാളെ മെഡിറ്റേഷന് പോകുന്നുണ്ട്. സോ ലെറ്റ്സ് സീ ഇഫ് ദാറ്റ് ഹെൽപ്സ് മീ. ഐ വോണ്ട് ടു ടേക്ക് ദാറ്റ് ആസ് വെൽ. എന്ത് തേങ്ങയാണത്? ഇവരിവിടെ പെസ്റ്റ് കൺട്രോൾ ചെയ്യുക. തേഴ്സ്ഡേസ് വൈകിട്ട് പെസ്റ്റ് കൺട്രോൾ ഉണ്ടാവും എന്ന് പറഞ്ഞു മുറി കയറട്ടെ, കാരണം ഭയങ്കര നോയ്സ് പൊല്യൂഷൻ. സോ ഇന്നല്ല നാളെ മെഡിറ്റേഷന് പോയിട്ട് ഇഫ് ദാറ്റ് ഈസ് ഹെൽപ്പിംഗ് മീ, ഐ വിൽ ഡെഫിനറ്റ്ലി ടേക്ക് ദാറ്റ് ടു ലൈഫ്.
വൈ? ബിക്കോസ് എൻ്റെ ആങ്കർ മാനേജ്മെൻറ്റ്, എൻ്റെ സ്ട്രെസ്, എൻ്റെ മുരട്ട് സ്വഭാവം ഇതൊക്കെ കുറയ്ക്കാൻ വളരെ വളരെ നല്ലതായിരിക്കും മെഡിറ്റേഷൻ. സോ ദാറ്റ് ഈസ് ദെയർ. അപ്പോൾ അത് ഒരു 5 മിനിറ്റ് അത് ചെയ്താൽ കൊള്ളാം എന്നാണ്. ലെറ്റ്സ് സീ ഇഫ് ദാറ്റ് ഇസ് പോസിബിൾ ഓർ നോട്ട്. പിന്നെന്താ, പിന്നെ ബിസിനസ്സിന് വേണ്ടി സമയം കണ്ടെത്തണം. ഐ ഫൈൻഡ് ടൈം ഫോർ എവറിഥിങ് എൽസ്. എൻ്റെ ജോലിയിൽ, അതായത് 9 to 6 ജോലിയിൽ ഞാൻ ഇടുന്നതിൻ്റെ 1%, ലിറ്ററലി ഐ എം നോട്ട് ജോക്കിങ്, 1% എന്താ പറയുക, എഫേർട്ട് ഞാൻ എൻ്റെ ബിസിനസ്സിന് ഇട്ടാറുണ്ടല്ലോ, ഐ തിങ്ക് ഐ വിൽ റീച്ച് സംവെയർ. കാരണം എൻ്റെ ജോലിയിൽ പണിയെടുക്കുന്നുണ്ട് കേസ് ഞാൻ. അതായത് ഒരു ലോഞ്ചൊക്കെ വരുമ്പോൾ ഞാൻ എടുക്കണ പണിയെന്ന് പറഞ്ഞാൽ ലോട്ട് ഓഫ് വെളിച്ചം ഓൺ മൈ ഫേസ്. വൈ? ഐ വിൽ ഷോ യു. വാഷ് ഏരിയൻ്റെ അവിടെ നല്ല വെളിച്ചം. നൗ ഇറ്റ് ഈസ് ടൈം ഫോർ അസ് ടു ഹാവ് ഡിന്നർ. എന്ത് കഴിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ ഡിസൈഡ് ചെയ്യട്ടെ. ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നടക്കാൻ പോകാമെന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഇപ്പം നടന്നതുപോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം ഗൈസ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ നേരത്തെ കിടന്നുറങ്ങിയെന്നും വരും, അറിയില്ല. കളർ അടിക്കുകയോ, ഐ വിൽ ഡു സംതിങ്. വാട്ട് എവർ ഐ എം ഡൂയിങ് ഐ വിൽ ഷോ യു. ഐ വിൽ ടേക്ക് യു വിത്ത് മീ. നാളെ രാവിലെ എണീറ്റിട്ട് നമുക്ക് നടക്കാൻ പോകാം. നടക്കാൻ പോയിട്ട് ഐ വിൽ സീ യു ആഫ്റ്റർ മൈ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ എന്താ കഴിക്കണമെന്ന് കാണിച്ചു കേട്ടോ. ഇവിടെ മറ്റേ ഹെൽത്തി ഫുഡിങ്ങാണ്. സാധാ റിസോർട്ടിൽ നിങ്ങൾ ബുഫേ അങ്ങനത്തെ സാധനമൊന്നുമല്ല. ഇറ്റ്സ് ഓൾ അ ലാ കാർട്ട് സ്റ്റൈൽ ആൻഡ് ഇറ്റ് ഈസ് ഹെൽത്തി സ്റ്റഫ്സ്. സോ ലെറ്റ്സ് ഗോ. എൻ്റെ ഫോണിൽ വലുതായിട്ട് ചാർജും ഇല്ല, പറ്റണതൊക്കെ കാണിച്ചു തരാം. ഞാൻ എന്താണ് കഴിക്കണം തീരുമാനിച്ചു. ഐ എം ഹാവിങ് സീസർ സാലഡ്, ഷ്രിംപ് സീസർ സാലഡ്. ഒരു അപ്പറ്റൈസറോ ഡെസേർട്ടോ കഴിക്കാം. ഓൾസോ എ ജ്യൂസ്. ഐ എം നോട്ട് ഷുവർ വിച്ച് ഐ വാണ്ട് ടു ഹാവ്, appetizer or dessert. The drink, I know what I want to have. ഞാൻ ലൈറ്റ് ഇട്ടിട്ട് പോയ സ്ഥലം ലൈറ്റ് ഓഫ് ചെയ്യണമായിരുന്നു. ഭയങ്കര മോശം, വളരെ വളരെ മോശം. വന്നിട്ട് ലൈറ്റ് ഇട്ടിട്ട് ലൈറ്റ് ഓഫ് ചെയ്യേണ്ടി പോയത്. അതുകൊണ്ട് ഞാൻ ലൈറ്റ് ഓഫ് ഇട്ടേ. ഭയങ്കര ഒരു നല്ല മണം കേട്ടോ. എന്ത് മണം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ബട്ട് ഒരു നൈസ് സ്മെൽ. സോ ദിസ് ഈസ് ദി റെസ്റ്റോറൻറ്റ്. എവിടെ ഇരിക്കാം? ഡിന്നർ കഴിഞ്ഞു. ഐ ഹാഡ് ആദ്യം ഞാനൊരു ഡ്രിങ്ക് ഓർഡർ ചെയ്തു കേട്ടോ. എൻ്റെ അപ്പന്നെ. സോ ഇറ്റ്സ് ലൈക്ക് എ ലൈം മിൻറ്റ്, പിന്നെ നമ്മൾ സ്പിരിറ്റുലയോ അങ്ങനത്തെ എന്തോ ഒരു സാധനം, അതെന്തോ ഒരു പൗഡർ കേട്ടോ. ഓ മാൻ, കടുപ്പം. ഇറ്റ് വാസ് സോ ബാഡ്. ആൻഡ് ദെൻ ഐ ഹാഡ് shrimp Caesar salad. It was actually nice. അത് കഴിഞ്ഞിട്ട് ഡെസേർട്ടായിട്ട് ഐ ഹാഡ് സാഗോ പുഡിങ്.
So it's a mango sago pudding. എനിക്ക് മാംഗോ കഴിക്കാൻ പാടില്ല ബിക്കോസ് ഓഫ് ദ ലോ ഫോർമാപ്പ്. സോ ഇറ്റ് ഹാസ് ബനാന, സ്ട്രോബെറി, പൊമഗ്രാനറ്റ്. ഇതെനിക്ക് കഴിക്കാം. സോ ഐ ഹാഡ് ദാറ്റ്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു നടത്തം പാസ് ചെയ്യാൻ ഇറങ്ങിയതാണ്. ഐ ജസ്റ്റ് ഗോട്ട് ഔട്ട് ഓഫ് ദി പ്രോപ്പർട്ടി. സോ ആ ബാരിക്കേഡുള്ള ആ സാധനം അറിയുന്നുണ്ടല്ലേ, അവിടെയാണ് നമ്മുടെ റിസോർട്ട്. ആൻഡ് ദെൻ ഹിയർ യു ക്യാൻ സീ ദ വാട്ടർ ഏരിയ ഐ വാസ് ടോക്കിംഗ് അബൌട്ട്. ആൻഡ് ദെൻ ഇത് പുറത്തിങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയാണത്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ കൂടെ വെറുതെ ഒരു 10 മിനിറ്റ് നമുക്ക് നടക്കാമെന്ന്. സോ യാ, ആക്ച്വലി ഞാൻ ഇപ്പോൾ വായിക്കുന്ന ബുക്ക് ദി ആർട്ട് ഓഫ് ലേസിനെസ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കാണ്. ദിസ് ബുക്ക് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ട്രൈ ടു റീഡ്. അതർവൈസ് ഞാൻ ഇത്രയും നേരം വായിച്ചതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഐ വിൽ ഷെയർ വിത്ത് യു. ഹലോ, സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഫോണിൽ ചാർജ് തീർന്നു. സോ ഐ എം ബാക്ക്. 9:15 ഞാൻ ഓൾമോസ്റ്റ് ഒരു 30-40 മിനിറ്റ്സ് നടന്നു. സോ ഐ വാസ് ടോക്കിംഗ് അബൌട്ട് ദിസ് പെർട്ടിക്കുലർ ബുക്ക് കോൾ ദി ആർട്ട് ഓഫ് ലേസിനെസ്. അപ്പം നിങ്ങൾ വിചാരിക്കും മടിയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ബുക്കാണോ എന്ന് നിങ്ങൾക്ക് തോന്നാം. നെഹി, ഇതിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് വായിച്ചപ്പോൾ ഞാൻ എത്ര പേജ് എത്തി? ഞാനൊരു 19-20 പേജ് എത്തി കേട്ടോ. 19 പേജ് എത്തി. In this 19 pages, I have marked some points that I felt is very true and I wanted to share with you. പിന്നെ വേറൊരു കാര്യം, എൻ്റെ ഡെഡിക്കേഷൻ ലെവൽ നിങ്ങൾ മനസ്സിലാക്കണം. ഫോൺ ചാർജ് കുത്തിയിട്ടിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സോ അത്രയും ഡെഡിക്കേഷൻ എന്തിന് കണ്ടന്റ് ഉണ്ടാക്കാൻ. മൈ ഗോഡ്. ഓക്കെ, സോ ബേസിക്കലി ഐ റെഡ് ദിസ് ബുക്ക്. ഇന്ന് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഈ ബുക്ക് വായിച്ചു തുടങ്ങിയത്. സോ ഇതിൻ്റെ അകത്ത് ആദ്യത്തെ പേജിൽ തന്നെ ഇൻട്രൊഡക്ഷനിൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ടും സ്ട്രൈക്കിംഗ് ആയിട്ട് കുറേ കാര്യങ്ങൾ തോന്നി. ആൻഡ് ദെൻ ഐ കെപ്റ്റ് റീഡിങ്. സോ ഫസ്റ്റ് തിങ് ദാറ്റ് ദിസ് ബുക്ക് സേസ് ഇസ് ദാറ്റ് ദ തിങ്സ് ദാറ്റ് വി വാണ്ട്, അല്ലെങ്കിൽ നമുക്കത് അച്ചീവ് ചെയ്യണം എന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമുള്ള സാധനങ്ങൾക്കുണ്ടല്ലോ, പെട്ടെന്ന് ഒരിക്കലും കിട്ടില്ല. ഇറ്റ് ഈസ് നെവർ ഈസി. ഇറ്റ് ടേക്സ് ടൈം, ഇറ്റ് ടേക്സ് എഫേർട്ട്, ഇറ്റ് ടേക്സ് ഫോക്കസ്. ഇത് ഇത്രയും നമ്മൾ കഷ്ടപ്പെടണം എന്നല്ല ഞാൻ പറയുക, സമയമെടുക്കും. നമുക്കൊരു സ്ഥലത്ത് അല്ലെങ്കിൽ നമുക്കൊരു ഗോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എത്താനായിട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം ആൻഡ് ഇറ്റ് വിൽ ടേക്ക്, യു ഹാവ് ടു പുട്ട് യുവർ എഫേർട്ട് ഇടാണ്ട് ഒന്നും നടക്കില്ല. സോ ദാറ്റ് ഇസ് ദെയർ. സെക്കൻഡ് തിങ് വാട്ട് ഐ ഫെൽറ്റ്, ഇതിൻ്റെ അകത്ത് ഇതൊക്കെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പേജിലുള്ള കാര്യങ്ങളാട്ടോ. സോ ഇമാജിൻ ഈ ബുക്ക് ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഉള്ളൊരു ഇത്. സോ ഇൻട്രൊഡക്ഷൻ്റെ അകത്ത് അവർ പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ വിചാരിക്കുന്നത് ദാറ്റ് ലൈഫ് ഇസ് ഷോർട്ട് എന്നുള്ളതാണ്. ബട്ട് വെൻ ഡസ് ലൈഫ് ബിക്കം ഷോർട്ട് എന്നുള്ളതാണ്. ആക്ച്വലി ലൈഫ് ഇസ് നോട്ട് ഷോർട്ട്. വി ആർ വേസ്റ്റിംഗ് എ ലോട്ട് ഓഫ് ടൈം. നമ്മൾ ഈ പറയുന്ന പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാണ്ട് നമ്മൾ TV കണ്ടും വെറുതെ ഇരുന്നും ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ സ്ക്രോൾ ചെയ്ത് നമ്മുടെ സമയം കളയുന്നു എന്നാണ്. Now, there is 2 things I want to say in between ഈ പറയുന്ന കാര്യം. എല്ലാവർക്കും എല്ലാം ഈ പറയുന്ന ഭയങ്കരമായ എനിക്കത് ചെയ്യണം ഇത് ചെയ്യണം, ഭയങ്കര പ്രൊഡക്റ്റീവായിട്ടുള്ള ലൈഫ് ചിലർക്കത് വേണ്ടിയെന്ന് വരില്ല, വേണ്ടാത്തവർക്ക് വേണ്ട. പക്ഷേ പ്രോബബ്ലി ഒരു 5 വർഷം മുന്നേ വരെ if you would have asked me, I was a person, എനിക്കിപ്പോൾ അത് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര I don't know, I feel bad about it, but I'm going to be very honest here. എനിക്ക് ഇങ്ങനെ ഒരു ഗോൾ, അതായത് എനിക്ക് ഇന്നത് എത്തണം, എനിക്ക് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ഒന്നുമില്ലായിരുന്നു. I did not have a goal. All I had was probably ഞാൻ പഠിച്ചത് വെബ് ഡെവലപ്മെൻറ്റ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആയിട്ട് വെബ് ഡെവലപ്മെൻ്റ് ആയിരുന്നു. അപ്പം അതിലെനിക്ക് ജോലി, അതായത് വെബ് ഡെവലപ്പർ ഭയങ്കര പൊളി, ഫ്രണ്ട് എൻഡ് ഡെവലപ്പറായിട്ട്, പിന്നെ ഞാൻ ടീം ലീഡ്, അങ്ങനത്തെ ഒരു പാത്തായിരുന്നു എനിക്ക്. അന്ന് എനിക്ക് ഈ പറയുന്ന എൻ്റെ ഹെൽത്തോ എൻ്റെ ലൈഫ് സ്റ്റൈൽ അങ്ങനത്തെ യാതൊരു പ്രൊഡക്റ്റീവായിട്ട് നമ്മളത് ചെയ്യണം ഒന്നുമില്ലായിരുന്നു. പക്ഷേ ഇന്ന് വെൻ ഐ എം ലുക്കിംഗ് അറ്റ് ഇറ്റ്, ഐ ഫീൽ ഐ എം ലൈക്ക് ഐ ഷുഡ് ഹാവ് സ്റ്റാർട്ടഡ് എ ബിറ്റ് ബാക്ക്. പക്ഷേ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയും പോലെ. എനിക്ക് തോന്നുന്നു കൂടുതലും ഈ ഗോൾസും കാര്യങ്ങളൊക്കെ എനിക്ക് വന്നത് കല്യാണം കഴിഞ്ഞിട്ടാണ്.
എനിക്ക് തോന്നുന്നു ഐ ഡോണ്ട് നോ എക്സാക്ട്ലി വെയർ ഇറ്റ് ഈസ്, ബട്ട് ഐ തിങ്ക് ഇങ്ങനത്തെ ബുക്ക് വായിക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആഷിക്ക് ഇങ്ങനെ നമ്മൾ ബിസിനസ് തുടങ്ങിയല്ലോ, ആ ബിസിനസ് തുടങ്ങിയതിൻ്റെ എല്ലാം എവറിത്തിങ് ദാറ്റ് ഐ വുഡ് സേ ഇസ്, ഐ ഡിഡ് ദ വർക്ക്, ബട്ട് അത് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു പുഷ് ആഷിക്കിൻ്റെ അടുത്ത് നിന്നാണ് വന്നത്, ടു ബി ഓണസ്റ്റ്. അങ്ങനെയാണ് ഈ പറയുന്ന ഗോൾസും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുന്നത്. സോ a lot of people can relate to this, a lot of people can't relate to this. നിങ്ങൾക്ക് ഈ പറയുന്ന ഫോൺ സ്ക്രോൾ ചെയ്ത് നിങ്ങളുടെ ജോലി, അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 9 to 6 ജോലി ചെയ്ത് അങ്ങനെ ഉള്ളവർക്ക് അങ്ങനെ ആവാം. പക്ഷേ ഐ പേഴ്സണലി ഫീൽ ബിസിനസ് എന്നല്ല, നമ്മുടെ ലൈഫിൽ നമുക്കൊരു ഗോൾ വേണം എന്നുള്ളതാണ്. അതായത് ഇർറെസ്പെക്റ്റീവ് ഓഫ് വാട്ട് എവർ, ഇറ്റ് ക്യാൻ ബി യുവർ ഹെൽത്ത്, ഇറ്റ് ക്യാൻ ബി എന്താ പറയുക, ട്രാവൽ ചെയ്യുക, അതായത് ഒരു പേർപ്പസ്, ചെറിയ പേർപ്പസ് ആയാലും മതി. വെറുതെ രാവിലെ എണീറ്റ് ഭക്ഷണം കഴിച്ച് ആർക്കോ വേണ്ടി ജോലി ചെയ്ത് തിരിച്ചു വന്ന് കിടന്നുറങ്ങുക എന്നല്ലാതെ വേറെ എന്തെങ്കിലും ഒരു പേർപ്പസ് യു നീഡ് ടു ഹാവ് ഇറ്റ്. ആൻഡ് ഓൾസോ ഡോണ്ട് തിങ്ക് ദാറ്റ് എനിക്കിപ്പോൾ വയസ്സ് ഇത്രയായി, 40ആയി 50ആയി, ഇനി ഞാൻ എന്ത് ചെയ്യാൻ? നോ, സ്റ്റാർട്ട് നൗ. So that is what this book actually says. നമ്മുടെ മുമ്പിൽ കടന്നുപോയ വേസ്റ്റാക്കി കളഞ്ഞ ലക്ഷറി, we thought we had the luxury of time and we wasted that time. And നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞ് നമ്മൾ like when we look back we are like അതായത് എനിക്കത് നമുക്കങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് തോന്നരുത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പോയിന്റാണ്. So there was an interview with the CEO, ഇന്നത്തെ ആമസോണിൻ്റെ CEO അല്ലെങ്കിൽ ഫൗണ്ടറായ ജെഫ് ബെസോസുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ്. സോ ഹൗ ഡസ് ദിസ് പേഴ്സൺ മേക്ക് ഡിസിഷൻസ് എന്നുള്ളതാണ് കേട്ടോ. ജെഫ് ബെസോസ് ബിഫോർ സ്റ്റാർട്ടിങ് ആമസോൺ വാട്ട് ഹി ഡിഡ് വാസ് ഹി വാസ് ആക്ച്വലി വർക്കിംഗ് ആസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കർ. ആൻഡ് ഇയാളൊരു ദിവസം ഇയാളുടെ ബോസിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഐ ആം ലീവിങ് ദിസ് ജോബ് കാരണം ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് സംതിങ് ലൈക്ക് ആമസോൺ, which is എന്താ പറയുക, ഇനീഷ്യലി ആമസോൺ വാസ് നോട്ട്, ഇന്നത്തെ ആമസോൺ അല്ല അന്ന് അയാൾ കഥ ബുക്കുകൾ, ഇങ്ങനത്തെ ബുക്കുകളൊക്കെ ഓൺലൈനായിട്ട് വിൽക്കുന്നൊരു പ്ലാറ്റ്ഫോമായിരുന്നു ആമസോൺ. സോ അങ്ങനത്തെ ഒരു സാധനം ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മാനേജർ അയാൾക്ക് പറഞ്ഞു, ഒരു സമയമുണ്ട്, വി വിൽ ഗോ ഫോർ എ വാക്ക് എന്ന് പറഞ്ഞിട്ട് ദേ വെൻ ഫോർ എ വാക്ക് അറ്റ് സെൻട്രൽ പാർക്ക് ഇൻ ന്യൂയോർക്ക്. ആൻഡ് ഈ മാനേജർ പറഞ്ഞു, ഇറ്റ് ഈസ് ആക്ച്വലി എ ഗുഡ് ഐഡിയ, ബട്ട് it would be an even better idea for someone who doesn't have a job. ഇപ്പോൾ ഓൾറെഡി ജോലി ഉള്ള ആൾക്ക്, അതായത് ജോലിയൊന്നും ഇല്ലാണ്ടിരിക്കുന്ന ഒരാൾക്കായിരിക്കും ഇത് നല്ലത് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻ വാസ് ദിസ് മാനേജർ ടോൾഡ് ജെഫ് ബെസോസ് ദാറ്റ് ഓക്കെ, ടേക്ക് 48 hours ആൻഡ് ദെൻ യു തിങ്ക് അബൌട്ട്, ഈ 48 മണിക്കൂറിൽ തിങ്ക് അബൌട്ട് ദിസ് ആൻഡ് ദെൻ യു മേക്ക് എ ഡിസിഷൻ ഇഫ് യു വോണ്ട് ടു ലീവ് ദിസ് ജോബ് ഓർ നോട്ട്. ആൻഡ് ദാറ്റ് ഈസ് വെൻ ദിസ് ജെഫ് ബെസോസ് ഫൗണ്ട് ദാറ്റ് എന്താ പറയുക, ഒരു ഫ്രെയിം വർക്ക്, അല്ലെങ്കിൽ അയാൾക്ക് എന്ത് ടഫ് ഡിസിഷൻ ഓർ എനി കൈൻഡ് ഓഫ് ഡിസിഷൻ ദാറ്റ് ഹി വാണ്ട്സ് ടു ടേക്ക്, ഹി ഫൗണ്ട് ദാറ്റ് ദിസ് ഇസ് ദ വേ ദാറ്റ് ഹി വിൽ ടേക്ക് ഡിസിഷൻസ്. സോ വാട്ട് ഹി ഡസ് ഇസ് ഹി വിൽ തിങ്ക്, ഇപ്പം എനിക്കിപ്പോൾ വയസ്സ് 31, ഐ എം ഗോയിങ് ടു തിങ്ക് ദാറ്റ് ഐ എം ഗോയിങ് ടു പുട്ട് മൈ സെൽഫ് ആസ് എ 80-year-old പേഴ്സൺ. എനിക്ക് 80 വയസ്സായി, 80 വയസ്സായിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുകയാണ്. ആൻഡ് ഐ എം തിങ്കിങ്, ഐ എം ലുക്കിംഗ് ബാക്ക് ഓൺ മൈ ലൈഫ് ആൻഡ് I want to minimize the number of regrets I have in my life. So this is how Jeff Bezos takes his decisions. So അന്ന് അയാൾക്ക് മനസ്സിലായി ദാറ്റ് ഓക്കെ, ഞാൻ ഇന്ന് ഇരിക്കുകയാണ്, 80 വയസ്സിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ I will definitely regret not starting this business. Now if I failed, it was okay, it is a lesson. പക്ഷേ if I don't do this, when I'm 80 and I look back on my life, I will regret, it will haunt me for the rest of my life. And that is exactly how this person started Amazon. There's one more thing that I want to say. One more, like, കുറേ ഉണ്ട് കേട്ടോ പറയുന്നത്, അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയണം. സോ ഇതിൻ്റെ അകത്ത് കുറച്ച് they are giving a few examples of what you will regret when you're 80 years old, which is you will regret not doing what you love. നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്തോ ആവട്ടെ, if you don't love or if you don't like what you're doing right now, you're going to regret it for sure.
You will regret for being lazy and wasting your time. You will regret not spending time with your family. You will regret not taking care of your health. അത് ഞാൻ അങ്ങനെ തന്നെ പറയും. ഫോർ മീ ആസ് എ പേഴ്സൺ, റൈറ്റ് നൗ ഐ റിഗ്രറ്റ് നോട്ട് ടേക്കിംഗ് കെയർ ഓഫ് മൈ ഹെൽത്ത് ഓൾ ദീസ് ഇയേഴ്സ്. ബട്ട് ഐ ആം അറ്റ് ദ സെയിം ടൈം ഭയങ്കര റിഗ്രറ്റ് ഒന്നും എനിക്കില്ല. ബിക്കോസ് റൈറ്റ് നൗ ഐ തിങ്ക് ഐ എം ടേക്കിംഗ് കെയർ ഓഫ് മൈ സെൽഫ്. ആൻഡ് യു ആർ ഗോയിങ് ടു റിഗ്രറ്റ് ഇഫ് യു വർക്ക്ഡ് ഹാർഡ് ഫോർ നത്തിങ് ഇൻ റിട്ടേൺ. എനിക്കിത് വായിച്ചപ്പോൾ എനിക്ക് എന്തോ ആദ്യം ഓർമ്മ വന്നെന്നറിയോ? എൻ്റെ പേഴ്സണൽ കാര്യമായിട്ട്, സം പീപ്പിൾ ലൈക്ക് ടു ഡു ദെയർ 9 to 6 ജോബ് ആൻഡ് ദേ ആർ കണ്ടന്റ് വിത്ത് ഇറ്റ്. ഫോർ മീ ഐ ഫീൽ നോ. നമ്മൾ ആർക്കോ വേണ്ടി എന്തോ പറയേ, I work really hard for people who don't appreciate me, who don't know what strengths I have. അതായത് ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തപ്പോഴും ഇവിടെ അൾത്തായറിലായാലും ചാർട്ടർ ക്രോസിലായാലും, ചാർട്ടർ ക്രോസ് ഒന്നും പറയണ്ട, ഇവിടെ എല്ലാം I worked a lot. I literally put my energy, my health, everything into this. And for what? ഇപ്പം അത് പൈസ, യെസ്, നമുക്ക് എനിക്ക് തോന്നുന്നു ചാർട്ടർ ക്രോസിൽ പൈസ കിട്ടിയെന്ന് പോലും ഞാൻ പറയില്ല കേട്ടോ. ഞാൻ എടുത്ത പണിക്ക് I don't even want to say. Now, the other thing that you're going to regret is if you like traveling. A lot of people don't like traveling. If you like traveling, not traveling when you're young and not enjoying your life to the fullest. So these are like very small things that they have mentioned that you will regret when you are 80 or whatever the age that is, and when you look back. So it is time to stop making excuses about why you can't do the things that you can do. Instead, start asking yourself about how you can do these things. നിങ്ങളൊരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടി നോക്കി നിന്നാലൊന്നും നടക്കാൻ പോകില്ല. ദ ടൈം ഇസ് നൗ. സോ ദാറ്റ് ഈസ് വാട്ട് ദ ഫസ്റ്റ് ഇൻട്രോഡക്ഷൻ പാർട്ട് പറയുന്നത്. പിന്നെ ഇവർ പ്രൊക്കാസ്റ്റിനേഷൻ, നിങ്ങൾ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യുക, പുട്ടിങ് ഓഫ്, അത് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ബിഗ്ഗസ്റ്റ് വേസ്റ്റ് ഓഫ് ലൈഫ്. കാരണം ഇതിൻ്റെ അകത്ത് പറഞ്ഞൊരു ആ ഒരു പർട്ടിക്കുലർ സെൻറ്റൻസ് വാസ് സോ ബ്യൂട്ടിഫുള്ളി phrased. I want to read it exactly like that, which is, putting things off is the biggest waste of life. It snatches away each day as it comes and denies us the present by promising the future. Stop procrastinating and start doing now. Now is your time. എനിക്ക് ഈ ബുക്ക് ഫുള്ളിരുന്ന് വായിച്ച് നിങ്ങളുടെ അടുത്ത് അങ്ങനെ എനിക്ക് പറയണ്ട. ഇഫ് യു വാണ്ട് ടു ലെറ്റ് മീ നോ. വാട്ട് ഐ വിൽ ഡു ഇസ്, ഇത് ഞാൻ മൊത്തം വായിച്ചു കഴിഞ്ഞിട്ട് I will probably write down a couple of things and I will write down my എന്താ പറയുക, എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ about this book I will do. But I don't want to waste ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഈ ബുക്ക് വായിച്ചിട്ട് നിങ്ങൾക്കത് പറഞ്ഞു, ചിലർക്ക്, എനിക്കുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഈ ബുക്ക് വായിക്കണേക്കാട്ടിലും I like to listen. സോ ഇപ്പം ഞാൻ ഈ ബുക്ക് വായിച്ചിട്ട് ഒരാൾ നമുക്ക് കഥ പറഞ്ഞു തരും പോലെ ഇതിൻ്റെ കഥ പറഞ്ഞതെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോണ്ടിരിക്കാൻ. ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും കേട്ടോ. സോ സം പീപ്പിൾ ലൈക്ക്, സോ ലെറ്റ് മീ നോ ഇഫ് you want to know more about this book, and then I will finish this book and I will give a point of view, or my point of view on this book. ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, അതും കൂടെ പറഞ്ഞിട്ട് ഈ ബുക്കിനെ കുറിച്ച് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ പറയില്ല. എന്താണെന്നറിയോ, ഹൗ ഡു യു ബ്രേക്ക് ദിസ് ഹാബിറ്റ് ഓഫ് ലേസിനെസ് എന്ന് മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന സമയം കളയുക, അല്ലെങ്കിൽ പ്രോഗ്രസ് ഉണ്ടാവുന്നില്ല, പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ ഉള്ളൊരു സാധനമില്ലേ, അതെങ്ങനെ ബ്രേക്ക് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഫോർ ദ നെക്സ്റ്റ് കപ്പിൾ ഓഫ് ഡേയ്സ്, ലെറ്റ്സ് സേ ഒരു നെക്സ്റ്റ് 14 to 21 days, do this small exercise, okay, which is നാളെ ആകുമ്പോൾ wake up and then whenever you get time, but do this. രാവിലെ തന്നെ ചെയ്താൽ നല്ലത്, അല്ലാന്നുണ്ടെങ്കിൽ it's up to you. You should identify 3 things that you did yesterday that you believe added value to your life. 3 കാര്യം എഴുതിയാൽ മതി. ഇത് 3 ചെയ്തപ്പോൾ എൻ്റെ ലൈഫിൽ
ഒരു ചെറിയ ചേഞ്ച് അല്ലെങ്കിൽ ഒരു ചെറിയ വാല്യൂ ആഡായി എന്ന് എനിക്ക് തോന്നി എന്ന് പറഞ്ഞു ഇന്ന് എഴുതുക, നാളെ എഴുതുക, അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. ഇത് എഴുതുമ്പോൾ one thing that you have to be conscious is you need to be able to differentiate. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യം എന്താണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. സോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാലാണ് നമ്മുടെ ലൈഫിൽ വാല്യൂ ആഡ് ചെയ്തത് എന്തെന്നുള്ള ചെറിയ മൂന്ന് കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റുക. സോ വെൻ യു റൈറ്റ് ദിസ് ഡൗൺ, വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ് every day when you're writing. You will understand what if you were being lazy or if you did not do anything productive എന്ന് ഞാൻ വിളിക്കില്ല, didn't do something that added value to your life. That is when you will realize. See, ഇതിൻ്റെ അകത്ത് എൻ്റെ ലൈഫിൽ വാല്യൂ ആഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്ക് എഴുതാൻ പറ്റുന്ന I took care of my health by going for a walk or doing strength training or doing weightlifting. That is one point. Second point is I spent time with my family and friends, or I read a book, I did something I love. ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ അതായത് ഈ പറയുന്ന ഒന്ന് ആലോചിക്കണേ, ഇന്നത്തെ കാലത്ത് സ്പെൻഡിങ് ടൈം വിത്ത് ഫാമിലി അതൊക്കെ ഒരു ഭയങ്കര ഒരു ഇതായി. കാരണം എൻ്റെ വീട്ടിലാണെങ്കിലും നമ്മുടെയൊക്കെ ലൈഫിൽ നടക്കുന്ന കാര്യമാണ്. നമ്മുടെ അവിടെ എവറി സൺഡേ വി ഓൾ മീറ്റ് ഫോർ ലഞ്ച് ആൻഡ് ദെൻ വി ഹാവ് ലഞ്ച് ആൻഡ് നമ്മൾ പിരിയും, ലൈക്ക് അവരവരുടെ വീട്ടിൽ പോകും. ബട്ട് ദെൻ ദെർ ആർ ഡേയ്സ് വെയർ നമ്മളെല്ലാവരും ഇപ്പം നമ്മൾ ദഗായിൽ പോയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പോയിരിക്കുമ്പോൾ ഓരോരുത്തർ ഫോണുള്ള. സോ സംടൈംസ് ഇൻക്ലൂഡിങ് മീ, ഐ എം നോട്ട് സെയിങ് ഞാൻ ഭയങ്കര ഇതെന്ന് പറയില്ല, ഇൻക്ലൂഡിങ് മീ ഐ വിൽ ഓൾസോ ബി ഇൻ ഫോൺ, ഓർ ഞാൻ മുറി പോയിട്ട് കിടക്കും. പണ്ടൊക്കെ ഇപ്പോഴും, അതായത് ഞാൻ കല്യാണം കഴിഞ്ഞ് വീട് മാറി വേറെ വീട്ടിലോട്ടായപ്പോഴാണ് സുബിൻ എന്നെ കളിയാക്കിയാണെങ്കിലും പറയും ആ ബെഡ്റൂമിൽ നിന്ന് ഞാൻ പുറത്തോട്ടിറങ്ങി. ഇതിന് മുന്നേ ഇവരൊക്കെ വീട്ടിൽ വന്നപ്പോൾ പോലും ഞാൻ ആ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങില്ല. എന്നിട്ട് സുബിൻ എൻ്റെ അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം എൻ്റെ അവിടെ വന്ന് കിടന്ന് നമ്മൾ രണ്ടുപേരും കൂടെ കഥയൊക്കെ പറഞ്ഞ് ഒരു ഉറക്കവും പാസ് ചെയ്തിട്ടാണ് പോവുക. സോ ഇമാജിൻ ലൈക്ക് ദാറ്റ് ഈസ് ഹൗ what I was spending time with my family. To be honest, if you ask me, do I spend a lot of time with my family? No. Again, no. I do sometimes. I don't. I'm not going to എന്താ പറയുക, be truthful. ഇല്ല ഞാൻ എൻ്റെ വീട്ടുകാരോട് എന്തിന് അങ്ങനെ പറഞ്ഞ് നമ്മൾ ആ കള്ളം വിശ്വസിക്കും. എന്തിന്? If you're being honest, the least you will do is, എനിക്കിപ്പം ഇന്ന് ഇവിടെ വന്നിട്ട് ഏറ്റവും ഭയങ്കര കോമഡി ആട്ടാ. അതായത് the way my mind, not just my mind, the way human minds change and evolve and all. കാരണം എന്നറിയോ, എനിക്ക് ഇത്രയും ദിവസം ഇന്നലെ വരെ എൻ്റെ മൂഡും എൻ്റെ തോട്ടും ഒക്കെ ഉണ്ടല്ലോ, ഞാനൊരു ഡെഡ് എന്ന് ഞാൻ പറഞ്ഞില്ല, ഭയങ്കര ഇറ്റ് വാസ് നോട്ട് ഈവൻ നൈസ്. ഞാൻ ഇന്ന് എനിക്കിവിടെ ഒരു ഡോക്ടറായിട്ടൊരു എന്താ പറയുക സെഷൻ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഓളിഗോ സ്കാൻ ഐ ഡിഡ് ദാറ്റ്. സോ വെൻ ദേ ലുക്ക്ഡ് അറ്റ് മൈ ഫേസ് ഇറ്റ്സെൽഫ് ദേ വർ ലൈക്ക് ഗോ ടേക്ക് റെസ്റ്റ്, യു ലുക്ക് ടയേർഡ്. കാരണം കഴിഞ്ഞ കുറേ ദിവസമായിട്ട് അതാണ് എൻ്റെ ഇത്. പക്ഷേ ഇന്ന് ഐ വാക്ക്ഡ്. ഞാൻ ഉച്ചയ്ക്കല്ല വൈകിട്ട് ഞാനിവിടെ നടന്നു. അപ്പോഴാണ് നമ്മൾ ആയിട്ട് സ്റ്റാർട്ട് ടേക്കിംഗ് ദ വ്ളോഗ്. രാത്രി ഫുഡ് കഴിച്ചുകൊണ്ട് ഞാൻ കുറേ നടന്ന് കഥ പറയാൻ അപ്പോഴാണ് എൻ്റെ ഫോൺ ഓഫ് ആയി പോയത്. നടന്നു. ഐ ഹാഡ് എ ഹമാം, ടർക്കിഷ് ഹമാം. അങ്ങനത്തെ ചെറിയ റിലാക്സിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ തന്നെ ഐ ഫെൽറ്റ്. ആൻഡ് അതിൻ്റെ കൂടെ ബിഗ് പാർട്ട് വാസ് ദിസ് ബുക്ക്. ഐ എം സോ ഗ്ലാഡ് ഐ ടുക്ക് ദിസ് ബുക്ക്. The way my thought process changed, the way my thinking changed. ഞാൻ കുറച്ച് മുമ്പേ ആഷിഖിനെ വിളിച്ചിട്ട് പറയുകയും ചെയ്തു, ലൈക്ക് വി നീഡ് ടു ഡു തിങ്സ്. നമുക്ക് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരേണ്ട കുറേ മാറ്റങ്ങളുണ്ട്. അതേപോലെ തന്നെ വി നീഡ് ടു വർക്ക് ഓൺ അവർ റിലേഷൻ. ലൈക്ക് മീ ആൻഡ് ആഷിഖ്, our relation is ഭയങ്കര ഓഫീസ് കഴിഞ്ഞ് വീട്ടിൽ വരുന്നു, ഫുഡ് കഴിക്കുന്നു, ടി വി കാണുന്നു, തിരിച്ചു പോയി കിടന്നുറങ്ങുന്നു. റോബോട്ടിക് ജീവിതം. ഇത്രയും ഐ തിങ്ക് ഫോർ ദ ലാസ്റ്റ് 2-3 months
നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് സംസാരിച്ചത് ഇന്നാണ്. വി ലിറ്ററലി ഹാഡ് എ 45 minutes ഓഫ് കോൺവെർസേഷൻ ടുഡേ. വീട്ടിൽ നിന്നാൽ നമ്മൾ സംസാരിക്കുകയില്ല. വീട്ടിൽ നിന്നാൽ ഞാൻ ഒരു വഴി, ആഷിക്ക് ഒരു വഴി. ആഷിക്ക് അവിടെ ടി വിയിൽ IPL വാട്ട് എവർ ഹിൽ പുട്ട് സംതിങ് ആൻഡ് ദെൻ ഓൺ ദ ഫോൺ ഹി വിൽ പ്ലേ ക്യാൻഡി ക്രഷ്. ആഷിക്ക് ഇസ് എ ക്യാൻഡി ക്രഷ് അഡിക്റ്റ്. ഞാൻ ഈ പറയുന്ന ടി വിയിലെ സാധനവും എൻ്റെ കയ്യിൽ ഫോണിൽ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ഇട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യും. വി ഡോണ്ട് ടോക്ക് ടു ഈച്ച് അതർ. ബട്ട് ടുഡേ നോട്ട് ടുഡേ, എനിക്ക് ഇന്നലെ രാത്രി തോന്നിയൊരു സാധനം ദാറ്റ് വി നീഡ് ടു വർക്ക് ഓൺ എ റിലേഷൻ. ബട്ട് ടുഡേ ഐ എം ലൈക്ക് നോ, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ആഷിക്ക്. എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടുകാരുടെ അടുത്തായാലും ലൈക്ക് വി നീഡ് ടു സ്റ്റാർട്ട് എന്താ പറയുക, സ്പെൻഡിങ് മോർ ടൈം പിന്നെ വേറൊരു കാര്യമുണ്ട്, എൻ്റെ വീട്ടുകാരോട് സ്പെൻഡിങ് മോർ ടൈമില്ല. ആ ഒരു പ്രശ്നമുള്ളൂ. കോനയടിക്ക് ഒരു കുറവുമില്ല. നമ്മൾ വൻ ആത്മവിശ്വാസത്തിലൊക്കെ അങ്ങോട്ട് പോകും. അവരുടെ കളിയാക്കലും പട്ടിത്താറ്റും കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു സെക്കൻഡ് ഞാൻ തന്നെ വിചാരിക്കും എനിക്ക് എന്തിൻ്റെ കേൾക്കണം. അതുണ്ട്, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ദാറ്റ് ഇസ് ഓക്കെ, ദാറ്റ്സ് പാർട്ട് ഓഫ് ഫാമിലി. ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ, ഇപ്പം എന്ത് ചെയ്യാനാണ്. So that is there. So what I'm going to do is, probably if this video is pretty long, I'm going to say bye over here. Otherwise I will see you tomorrow. So ippateki